എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ അങ്ങനെ അലീനയോട് ഇനി നിൽക്കുന്നില്ല പോട്ടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കല്ലേന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് ഞാൻ ഇന്ന് ഒറ്റയ്ക്കായിരുന്നല്ലോ, കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. കൂടെ എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്നവരായിരിക്കണം കേട്ടോ എന്ന് പറയും കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ അലീന തിരിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നില്ലേന്ന്. നീ ഇങ്ങനെ എത്ര കാലമായി മോളെ എൻ്റെ കൂടെ വന്നിട്ട്? ഞാൻ 19 വർഷമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും സ്റ്റാൻലി അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ ചുമക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും സ്റ്റാൻലിനോട് പറയുന്നുണ്ട് ഞാനിനി ഇറങ്ങുകയാണ്, നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ പറയുകയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു മകളെ കിട്ടി, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവളെ ഇവിടെ എത്തിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഇങ്ങനെ കുറേ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അത് ഇവൾക്കറിയാം എല്ലാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുകയാണ് ഞാൻ എൻ്റെ ഊന്നുവടിയാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്, ഇനിയിപ്പോൾ ഞാൻ എപ്പോൾ വീഴുന്നൊന്നും എനിക്കറിയത്തില്ല എന്നിങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ബാലേന്ദ്രൻ അത് പറയുന്നത്. അത് കേൾക്കുമ്പോഴേ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് സ്റ്റാൻലി ആണെങ്കിലും ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബാലചന്ദ്രൻ്റെ കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളാണ് അലീനയുടെ അച്ഛൻ എന്നുള്ളത്, ഞാൻ വെറും ഒരു കെയർ ടേക്കർ മാത്രമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലചന്ദ്രൻ ഭയങ്കര വിഷമത്തോടു കൂടി അവരോട് യാത്ര പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയും ബാലേന്ദ്രൻ്റെ പുറകെ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻലിയും വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ എത്താനാവുന്ന സമയത്ത് ബാലചന്ദ്രൻ അങ്ങനെ ഒന്നുകൂടെ തിരിഞ്ഞു നിന്നിട്ട് സ്റ്റാൻലിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇവളെ നിങ്ങൾക്കൊരു ശല്യമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ എനിക്കൊരു മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ അവിടുന്ന് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വീണ്ടും സങ്കടമാവാണ് കേട്ടോ. എന്തായാലും പിന്നീട് ബാലചന്ദ്രൻ്റെ പുറകെ അലീനയും വരുന്നുണ്ട് കേട്ടോ കാറിൻ്റെ അടുത്തേക്ക്. അങ്ങനെ പിന്നെ അവർ കാറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ ബാഗ് എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ബാഗൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് ബാലചന്ദ്രൻ. അലീനയാണെങ്കിലും ഓരോന്നായിട്ട് അവിടെ പുറത്ത് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. സ്റ്റാൻലി ആണെങ്കിൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ബാഗും എടുത്ത് കൊടുക്കും ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് അലീന അതവിടെ കൊണ്ടുവച്ചിട്ട് തിരികെ വരും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി ഒന്നും എടുക്കാനില്ലല്ലോ മോളെ എന്ന്. അലീന അപ്പോഴെല്ലാം ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇല്ല എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയോട് പറയുകയാണ് നിന്നോട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ടല്ലോ, നിനക്ക് എന്നോടായിരിക്കും കൂടുതൽ പറയാനുണ്ടാവുക എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല അച്ഛനോട്, അച്ഛന് ശരി എന്ന് തോന്നുന്നത് അച്ഛൻ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ കൂടെ നിൽക്കാനും 3 മക്കളുണ്ടല്ലോ അച്ഛന് സപ്പോർട്ടായിട്ട് നിൽക്കാൻ, എനിക്കാണിപ്പോൾ ആരും ഇല്ലാതായി പോയത്. അച്ഛൻ എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവിട്ടിട്ട് പോകുമ്പോൾ ഏതൊരു കാട്ടിൽ വിട്ട് പോകുന്ന പോലെ തോന്നുകയാണെന്ന് പറഞ്ഞ് അങ്ങ് കരയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞാനിന്ന് തിരിച്ച് പോകുന്നില്ല മോളെ, നിന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഇന്ന് എനിക്ക് കടപ്പാട്ടൂർ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് വിഷമത്തോടു കൂടി ചോദിക്കും നിന്നെ കൊണ്ടുവിട്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കണ്ടേ, അതുകൊണ്ട് ഇന്ന് തിരിച്ച് പോകുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എനിക്ക് ഒരു അരമണിക്കൂറത്തെ ഡ്രൈവിൻ്റെ കാര്യമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും അപ്പോഴും അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവാണ്. ബാലേന്ദ്രൻ ഇത്രയും പറയുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എവിടെയാണെങ്കിലും ഇങ്ങനെ ജീവിച്ചോളും എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് അത് ശരിയാണ്, ഇനിയിപ്പോൾ നീ ഇല്ലാത്ത വീട്ടിൽ ഇങ്ങനെ ജീവിച്ച് ശീലിക്കാൻ പഠിക്കണം ഞാനും എൻ്റെ മക്കളും എന്നിങ്ങനെ പറയും കേട്ടോ. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ബാലേന്ദ്രൻ അത് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് മുതൽ നീ ഈ വീട്ടിലെ ഒരു അംഗമാണ്, അതുകൊണ്ട് ഇവിടുത്തെ രീതിക്ക് അനുസരിച്ച് ജീവിച്ചോണം, ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പം തന്നെ എന്നെ വിളിച്ചാൽ മതി എന്നും പറയുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ ഇനിയിപ്പോൾ എന്തായാലും പോവാണ് കേട്ടോ, കാണാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടത്തോടു കൂടി ഭയങ്കര സങ്കടമാണ് കേട്ടോ രണ്ടുപേർക്കും. ബാലേന്ദ്രനും കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് അലീനയോട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒന്ന് തലോടിയിട്ട് പോവാന്നൊക്കെ പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ അലീനയോട് യാത്ര പറഞ്ഞു പോകുന്നത്, കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അലീനയ്ക്കും ബാലേന്ദ്രൻ അങ്ങ് പോകുമ്പോൾ ഭയങ്കര സങ്കടം
സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം നോക്കിക്കൊണ്ട് സ്റ്റാൻലി ആണെങ്കിൽ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ബാലചന്ദ്രനാണെങ്കിലും അലീനയോട് യാത്ര പറഞ്ഞു പോകാനും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എന്തായാലും പിന്നെ പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അലീനയോട് ഇനി പോട്ടെ മോളെ, പിന്നെ കാണാല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അലീനയുടെ തോളിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര സങ്കടമാണ്. അലീനയും ഭയങ്കര സങ്കടത്തോടു കൂടി ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അലീനയുടെ കവിളത്ത് ഇങ്ങനെ ഒന്ന് തലോടിയിട്ട് ഇങ്ങനെ പോവാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി അവിടെ നിന്ന് തിരിഞ്ഞ് കാറിൻ്റെ അവിടേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അലീന ആ സങ്കടത്തോടു കൂടി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ബാലേന്ദ്രൻ ഭയങ്കര സങ്കടത്തോടു കൂടി ചെന്ന് കാറിൽ കയറും. അപ്പോൾ സ്റ്റാൻലി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട്. ബാലചന്ദ്രൻ്റെ കാറ് ആ ഗേറ്റ് ഇങ്ങനെ കടന്ന് പോകുന്നത് വരെ അലീന അവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ പോകുന്നത്. ബാലേന്ദ്രനാണെങ്കിലും വണ്ടിയിൽ കയറിയിട്ടും ആ സൈഡ് ഇങ്ങനെ മിറർ കൂടെ ഇങ്ങനെ അലീന അവിടെ നിൽക്കുന്നത് നോക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ബാലചന്ദ്രനും അവിടുന്ന് കാറെടുത്ത് പോകുന്നത്. ആ ഗേറ്റ് കടന്ന ശേഷമാണ് കേട്ടോ അലീന പിന്നെ അവിടെ നിന്ന് കണ്ണൊക്കെ തുടച്ച് ഒന്ന് തിരിഞ്ഞ് ഇങ്ങനെ തിരികെ വീട്ടിലേക്ക് നടന്നു വരുന്നത്. എന്നിട്ട് പിന്നെ അവിടെ ബാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അലീനയുടെ, അതെല്ലാം ഇങ്ങനെ എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അലീന ആദ്യം അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുവേ ആ ബാഗൊക്കെ വെച്ചെടുത്ത്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിലും വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആൻ്റപ്പൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അലീനയാണെങ്കിലും അലീനയുടെ ബാഗെല്ലാം ഇങ്ങനെ എടുക്കാൻ നിൽക്കുമ്പോൾ ആൻ്റപ്പനോട് അതെല്ലാം എടുത്ത് കൊണ്ടുവയ്ക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ റൂമിൽ. സ്റ്റാൻലി പറയുകയാണ് അത് എടുത്ത് കൊണ്ടുവയ്ക്കാൻ. അപ്പോൾ ആൻ്റപ്പനാണെങ്കിലും ആ ബാഗ് എടുക്കാൻ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് അലീന പറയുകയാണ് ഞാൻ എടുത്തോളാം, എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇതെന്ന് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ അലീനയോട് ഇങ്ങനെ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം മേം സാബ് എന്നിങ്ങനെ പറയൂ കേട്ടോ ആൻ്റപ്പൻ. അപ്പോൾ അലീന പറയുന്നുണ്ട് എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, എന്നെ പേര് വിളിച്ചാൽ മതി അലീന എന്ന് പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ആൻ്റപ്പൻ ചേട്ടന് ബാഗും ലഗേജൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അലീനയോട് സ്റ്റാൻലിയും പറയുന്നുണ്ട് അത് അവിടെ വെച്ചാൽ മതി, സ്റ്റാൻലി എടുത്തോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും ഇതിനേക്കാളും ഭാരം ഞാൻ ചുമന്നിട്ടുണ്ട്, അപ്പോൾ എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്നുള്ളതിലാണ് കേട്ടോ അലീന പറയുന്നത്. ഇതെനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, റൂം കാണിച്ചു തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ റൂം അവിടെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആൻ്റപ്പനാണെങ്കിലും. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിലും ആൻ്റപ്പനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, ചെന്ന് പിറകെ ചെന്ന് റൂം കാണിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ആ ലഗേജ് എത്ര സമയമായി അവിടെ ഇരിക്കുന്നത്, ഇനിയിപ്പോൾ ഓർഡർ കിട്ടിയാലും അതൊന്നും അനുസരിക്കേണ്ടല്ലേ, ഇതൊക്കെ ഇയാൾ എന്ന് നന്നാവാനാ എന്നൊക്കെ ഇങ്ങനെ എന്ന് ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാണ് കേട്ടോ സ്റ്റാൻലി. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ടായിരുന്നു ശരിയാവും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അലീനയ്ക്ക് റൂം കാണിച്ചു കൊടുക്കാൻ അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അപ്സ്റ്റേറിലാണ് അലീനയുടെ റൂം. അപ്പോൾ റൂമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ അലീന ഒരു അതിശയത്തോടു കൂടി ഇങ്ങനെ റൂം ഒന്നാകെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇത്രയും വലിയ റൂമൊന്നും വേണ്ട, ചെറിയ റൂം മതി, ഈ ബാഗുകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അലമാരത്തട്ടും അത്രയും മതി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ ചെറിയ റൂം, ബാക്കിയെല്ലാം ഇതിനേക്കാളും വലുതാണ് എന്ന് പറയും കേട്ടോ. പിന്നെ ആൻ്റപ്പൻ ചേട്ടനാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന അലമാര തുറന്നിട്ട് ബാഗൊക്കെ ഇവിടെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലീനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ 2 പട്ടിക്കുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ അവിടെ ആ ഡോറിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ പട്ടികൾ വന്നിട്ട് ഇങ്ങനെ അലീനയുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിലും അവരുടെ തലയിലൊക്കെ ഇങ്ങനെ അവരുടെ മേലൊക്കെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തലോടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങളൊക്കെ എവിടെയാണ് കിടക്കുന്നത്, എനിക്ക് നിങ്ങൾ കിടക്കുന്ന അവിടെ ഒരു ചെറിയ റൂം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ആ നായ്ക്കളുടെ പിറകെ തന്നെ സ്റ്റാൻലിയും വരുന്നുണ്ടായിരുന്നേ. എന്നിട്ട് സ്റ്റാൻലി നായ്ക്കളോട് ഈ റൂമിൽ മാത്രം കയറരുത്, പുറത്തേക്ക് പോകാനായിട്ട് അങ്ങ് പറയുകയും ഓർഡർ കൊടുക്കും കേട്ടോ. അപ്പോഴേക്കും ആ നായ്ക്കൾ അവിടെ നിന്ന് അങ്ങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആൻ്റപ്പനോട് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു ഈ റൂമിൽ ഒരു TV ഫിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അലീനയ്ക്ക് വേണ്ട കോസ്മെറ്റിക്സും ഒക്കെ ലിസ്റ്റ് എടുത്തിട്ട് കൊണ്ട് തരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴന്നെ അലീന പറയുന്നുണ്ട് എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് സ്റ്റാൻലി പറയും. പിന്നീട് ഡ്രസ്സൊക്കെ എടുക്കുന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ അലീനയോട്. നാളെ നമുക്ക് കൊളത്തൂപ്പുഴ പോയി എടുക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയി എടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് പോയി എടുക്കാമെന്ന് പറയുമ്പോൾ അലീന പറയുകയാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഡ്രസ്സ് ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നത് അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഡ്രസ്സ് അധികം ഇരുന്നാലും കുഴപ്പമില്ലല്ലോ, അത് കൂടുതലായി പോകുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ റിട്ടയർഡ് കേണൽ ഇങ്ങനെ സ്റ്റാൻലി ജോസഫിൻ്റെ മകളല്ലേ, ഇനിയിപ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് പിന്നി കീറിയ ഉടുപ്പ് തുന്നി ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു, പിന്നെ അന്നില്ലാത്ത ഡ്രസ്സ് ഇപ്പോൾ എന്തിനാണെന്നാണ് കേട്ടോ അലീന ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര ഇങ്ങനെ സങ്കടമാവുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, സോറി, അന്ന് എനിക്കിങ്ങനെ ഒരു മകള് ഉണ്ടതായിട്ട് എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഒരു മകള് ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് അലീനയോട് സോറി പറയുമ്പോൾ അലീനയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഇങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാലത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൈസ ചിലവാക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഓക്കെ, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ആൻ്റപ്പനോടാണ് പറയുന്നത്, മോൾക്ക് ഇവിടെയുള്ള എല്ലാ റൂമുകളും അതുപോലെ തന്നെ കിച്ചണും ഔട്ട് ഹൗസും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, കാണിച്ചു കൊടുക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അലീനയോട് പറയുന്നുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടുന്ന് റൂമിൽ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ തിരികെ പോരുമ്പോൾ ഭയങ്കര വിഷമം കേട്ടോ അലീനനെ അവിടെ കൊണ്ടുവിട്ട് പോകുന്നതിൽ. എന്നിട്ട് പിന്നെ ഒരു സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇതാക്കി നിൽക്കുകയാണ്. ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്, കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് മനു വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ കോൾ എടുക്കും. അപ്പോൾ അങ്കിൾ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട്. അപ്പോൾ ഇല്ല, കുളത്തുപുഴയാണ്. അങ്കിളിപ്പോൾ എവിടെയാണെന്നാട്ടോ ചോദിക്കുന്നത് മനു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു കുളത്തുപുഴയാണ്. എന്നപ്പോൾ പോന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാലേന്ദ്രൻ പറയും. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ കടപ്പാട്ടൂർ വീട്ടിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അത് നന്നായി എന്ന് പറയും കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആൻറ്റീനെ കൊണ്ടുവിടാൻ വന്നതാണെന്ന്. അപ്പോൾ ആരെ, വൈജയനെ എന്ന് ചോദിക്കും. ആൻറ്റിയുടെ ശത്രു ഒഴിഞ്ഞു പോയല്ലോ, അപ്പോൾ ആൻറ്റി തിരികെ വന്ന് ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയേ. അപ്പോൾ ബാലേന്ദ്രൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ജയിച്ചു എന്നായിരിക്കും അവളുടെ വിചാരം, എന്നാലേ തോറ്റു തുപ്പിയിടാൻ പോവുകയാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. പിന്നീട് മനു ചോദിക്കുന്നുണ്ട്, അലീനേനെ കൊണ്ടുവിട്ടോന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളവിടെ കൊണ്ടുവിട്ടു, അങ്ങനെ അവളുടെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു, എൻ്റെ കടമ തീർന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊന്നും കടമ തീരത്തില്ലെങ്കിലേ എന്ന് മനു പറയും കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവൾ ആ വീടും വീട്ടുകാരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ ആരുമില്ല, സ്റ്റാൻലി ജോസഫും അയാളുടെ വേലക്കാരും മാത്രമേ ഉള്ളൂ, അയാളുടെ ഭാര്യയും മക്കളൊക്കെ വേറെ വീട്ടിലാണ്, അഞ്ചലിലെ വേറൊരു വീട്ടിലാണ്, ഇത് അയാളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ് എന്ന് പറയും കേട്ടോ. പിന്നീട് മനു ചോദിക്കുന്നുണ്ടായിരുന്നു, ഭാര്യയ്ക്കും മക്കൾക്കും അറിയാവോ ഇങ്ങനെ സ്റ്റാൻലി ജോസഫിന് ഇങ്ങനൊരു മകളുള്ള കാര്യം എന്ന് അറിയുമ്പോൾ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ ചോദിച്ചില്ല, അപ്പോൾ ചോദിക്കണമെന്ന് തോന്നിയതും ഇല്ലടാ എന്ന് പറയും. അപ്പോൾ ഇങ്ങനൊരു മകളുണ്ടെന്ന് അറിയുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്ന് മനു ചോദിക്കട്ടെ ബാലേന്ദ്രനോട്. പ്രശ്നങ്ങളുണ്ടാവും, അത് അവരെന്നെ സോൾവ് ചെയ്തോളും എന്നും പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഭാരം എടുത്താൽ പൊങ്ങാത്ത ഭാരം തന്നെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ കുളത്തുപുഴയിലെ പ്രശ്നം കൂടെ എടുത്ത് തലയിൽ വെക്കണോ എന്നിങ്ങനെ, തലയിൽ വെക്കണ്ടെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയൂട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നീട് പ്രൊമോയാണ് കേട്ടോ കാണിക്കുന്നത്. വൈജയന്തി ഇങ്ങനെ ലാപ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ അലീനയ്ക്ക് ഇങ്ങനെ 15 ലക്ഷത്തിൻ്റെ സ്വർണ്ണവും അതുപോലെ തന്നെ 17,000 രൂപയുടെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അവൾക്ക് എന്തൊക്കെ വാരിക്കോരി കൊടുത്തു എന്ന് എനിക്ക് അറിയണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബബിതയും കൃഷ്ണമോളും പറയുന്നുണ്ട്, അലീന ചേച്ചിക്ക് ആ ഓർണമെൻറ്റ്സും എല്ലാം ഇട്ട് കൊടുത്ത് ഞങ്ങൾ തന്നെയാണ് അലീന ചേച്ചീനെ ഇവിടുന്ന് പറഞ്ഞയച്ചതെന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് മനുവിനോട്, 15 ലക്ഷത്തിൻ്റെ സ്വർണം 17,000 രൂപയുടെ ഡ്രസ്സും ഇങ്ങനെ അലീനയ്ക്ക് വാങ്ങി കൊടുക്കാൻ ബാലേന്ദ്രനും അവളും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് എനിക്കറിയണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി ചോദിച്ചോ, കിട്ടുന്നത് മേടിക്കുകയും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മനു എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വൈജയന്തി ഇങ്ങനെ ഒരു ഞെട്ടലോടുകൂടി നിൽക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അലീന വീടെല്ലാം കാണുകയാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സ്റ്റാൻലിയുടെ റൂമിൻ്റെ ഡോറും തുറക്കുന്നുണ്ട് കേട്ടോ അലീന. അകത്തേക്ക് കയറുമ്പോൾ സ്റ്റാൻലി അവിടെ ഇങ്ങനെ മദ്യപിച്ചിരിക്കുന്നതാണ് കേട്ടോ അലീന കാണുന്നത്. അപ്പോൾ ഒരു വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അലീന. സ്റ്റാൻലി ആണെങ്കിലും അലീനനെ അങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ്